അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ചേരുന്നുണ്ട്. ശ്രീ ഹരീഷ്, ഇവിടെ ഇതിന്റെ ഒരു അധികാര മേഖല ഉണ്ട് എന്ന് പറഞ്ഞാണ് സർക്കാർ ഇത്ര ദിവസം കേസ് എടുക്കാതിരുന്നത്. മറ്റൊന്ന് നഷ്ടപരിഹാരം ചൂണ്ടിക്കാട്ടിയാണ്. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള സമ്മർദ്ദത്തിലാണോ ഈ കേസ് എടുത്തത് എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, നിയമപരമായിട്ട് ഇനി എത്ര കടമകളുണ്ട് ഈ കേസിൽ ബാധിക്കപ്പെട്ട ആളുകൾക്ക് നീതി ലഭിക്കാൻ? മെയ് 25 വൈകിട്ട് സംഭവിക്കേണ്ട കാര്യമാണ് ഇന്നിപ്പോ 10-ാം തീയതി സംഭവിച്ചിരിക്കുന്നത്. ഇത്രയും ദിവസം എഫ്ഐആർ ഇടാൻ എന്താണ് ഡിലേ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു കൃത്യമായ കാരണം സ്റ്റേറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. സ്റ്റേറ്റ് വളരെ ഡ്യൂബിയസ് ആയിട്ടുള്ള, വളരെ സംശയാസ്പദമായിട്ടുള്ള മൗനമാണ് ഈ കാര്യത്തിൽ പുലർത്തിയത്. പലതരത്തിലുള്ള ന്യായീകരണ ക്യാപ്സ്യൂളുകളും ഇറങ്ങുന്നുണ്ടായിരുന്നെങ്കിലും സ്റ്റേറ്റ് കൃത്യമായി എന്തുകൊണ്ടാണ് എഫ്ഐആർ ഇടാൻ പറ്റാത്തത്, അല്ലെങ്കിൽ എഫ്ഐആർ ഇടാൻ ഞങ്ങൾക്ക് അധികാരമില്ല എന്നോ അതിൽ ഞങ്ങൾക്ക് സംശയമുണ്ടെന്നോ എന്തെങ്കിലും തരത്തിലുള്ള ലീഗൽ അഡ്വൈസിന് വൈകുകയാണെന്നോ ഇത്തരത്തിലുള്ള ഒരു കാരണവും പറഞ്ഞിരുന്നില്ല. ഏതായാലും വൈകിയ വേളയിലെങ്കിലും എഫ്ഐആർ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. നിയമത്തിന്റെ വഴിക്ക് തന്നെയാണ് പോകേണ്ടത്. കളക്ഷൻ ഓഫ് എവിഡൻസ് ആണ് ഏറ്റവും പ്രധാനം ഈ കാര്യത്തിൽ. കളക്ഷൻ ഓഫ് എവിഡൻസ് നടത്തണമെങ്കിൽ, ഒരു എൻക്വയറി നടത്തണമെങ്കിൽ പോലീസിന് എഫ്ഐആർ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് എഫ്ഐആർ എടുക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ആരെങ്കിലും ഇവർ മനഃപൂർവ്വമായി മുക്കിയെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആളുകളെ ദ്രോഹിക്കാനായി റാഷ് ആൻഡ് നെഗ്ലിജന്റ് ആയിട്ട് ഇവർ എന്തെങ്കിലും ഓപ്പറേറ്റ് ചെയ്തു വെസൽ എന്നൊന്നും ഇതിനകത്ത് അങ്ങനെ ഒരു ആക്ഷേപമേ ഉണ്ടാവില്ല. മറിച്ച് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നതിന്റെ ശാസ്ത്രീയമായ തെളിവെടുപ്പ് പോലീസ് നടത്തേണ്ടത് എഫ്ഐആർ ഇട്ട ശേഷമാണ്. അതിനുശേഷം അത്തരത്തിൽ എന്തെങ്കിലും വീഴ്ച, ഗൗരവമായിട്ടുള്ള എന്തെങ്കിലും വീഴ്ചയോ നെഗ്ലിജൻസോ കമ്പനിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേസുമായി ബന്ധപ്പെട്ട നടപടികളുമായിട്ട് പോലീസ് മുമ്പോട്ട് പോകും. അതിനകത്ത് കോടതിയുടെ മോണിറ്ററിംഗ് ഉണ്ടാവും. കോടതിയിൽ അത് സംബന്ധിച്ച് ചാർജ് ഷീറ്റ് കൊടുക്കും. അതല്ലെങ്കിൽ കേസ് അവിടെ അവസാനിപ്പിക്കും. ഇത് ക്രിമിനൽ നടപടികളാണ്. ഇതിന്റെ സിവിൽ നടപടികൾ മറ്റൊന്നാണ്. അതിനകത്താണ് നിങ്ങൾ നേരത്തെ ചോദിച്ച നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട വിഷയം വരുന്നത്. നഷ്ടപരിഹാരത്തിന് തയ്യാറാണ് എന്ന് കമ്പനി നേരത്തെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ DG ഷിപ്പിങ്ങിനെ അറിയിച്ചിട്ടുണ്ട്. അവരൊരു നോഡൽ ഓഫീസറെ അതിനുവേണ്ടി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ രാജ്യത്തെ നിയമമാണ്. ഇനി നമ്മൾ ക്ലെയിം കൊടുക്കേണ്ട ഒരു ഘട്ടമാണ്. ക്ലെയിം തയ്യാറാക്കാൻ ആവശ്യമായ കളക്ഷൻ ഓഫ് എവിഡൻസസ് നമ്മൾ നടത്തണം. എത്ര അപകടം ഉണ്ടായി എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. നമുക്കതിനകത്ത് കടലിലെ മത്സ്യസമ്പത്തിന് നാശം ഉണ്ടായിട്ടുണ്ട്, പരിസ്ഥിതി നാശം ഉണ്ടായിട്ടുണ്ട്, മത്സ്യത്തൊഴിലാളികൾക്ക് നാശം ഉണ്ടായിട്ടുണ്ട്, അല്ലാതെയും തീരത്ത് താമസിക്കുന്ന ആളുകൾക്ക് പൊതുവിൽ പലതരത്തിലുള്ള നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കൺസോളിഡേറ്റ് ചെയ്ത് ഓരോ വകുപ്പിൽ നിന്നും ആ നാശനഷ്ടങ്ങൾ സ്വീകരിച്ച് ഗവൺമെന്റ് നോഡൽ ഓഫീസർക്ക് കൈമാറുകയും ആ നഷ്ടപരിഹാര തുക കിട്ടുമോ എന്ന് പരിശോധിക്കുകയുമാണ് ചെയ്യേണ്ടത്. സാധാരണഗതിയിൽ നഷ്ടപരിഹാരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ കപ്പൽ പിടിച്ചു വെക്കുക എന്ന തുടങ്ങിയ സംഗതികളൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെ കപ്പൽ പിടിച്ചു വെക്കാൻ നമുക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഉറപ്പ് വിശ്വസിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഏതെങ്കിലും ഘട്ടത്തിൽ അവർ പിന്മാറുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഉറപ്പിന് വേണ്ടി ഈ ക്രിമിനൽ കേസും സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. അതായത് നമുക്കറിയാം, ഈ മത്സ്യത്തൊഴിലാളികളെ കൊച്ചിയിൽ വെടിവെച്ച സംഭവം ഉണ്ടല്ലോ, ഇറ്റാലിയൻ കപ്പലായിരുന്നു അത്. അതിൽ 10 കോടി രൂപ നഷ്ടപരിഹാരം വാങ്ങി കേസ് അവസാനിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഇതും അവസാനിപ്പിക്കാം എന്നതായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. എന്തുകൊണ്ടാണ് ഒരു കേസ് എടുക്കാൻ സർക്കാർ ഇക്കാര്യത്തിൽ മടിച്ചിരുന്നത്? ഈ ഇറ്റാലിയൻ മറീന കേസും ഈ കേസുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു താരതമ്യം സാധ്യമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. അത് നിയമം അറിയാത്ത ആളുകളായിരിക്കും അത്തരം താരതമ്യം നടത്തുന്നത്. കാരണം ഇറ്റാലിയൻ ഷിപ്പ് കേസിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം, അവർ ഇറ്റാലിയൻ സർക്കാരിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളുകളായിരുന്നു. അവർ ഗവൺമെന്റിന്റെ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇറ്റാലിയൻ ഗവൺമെന്റിന്റെ നിയമങ്ങൾ അനുസരിച്ചിട്ട് അവരെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടത് ഇറ്റലിയിലാണ് എന്നായിരുന്നു അവരുടെ വാദം. ഇവിടെ ലൈബീരിയ എന്ന് പറയുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് കൺട്രിയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നും അല്ല ഈ കപ്പൽ രജിസ്റ്റർ ചെയ്തത്. ലൈബീരിയയ്ക്ക് ഇറ്റലി ഉന്നയിച്ചതുപോലൊരു വാദം, അതായത് അവരുടെ രാജ്യത്ത് വേണം ഇത് ഈ ട്രയൽ നടത്താൻ എന്നൊരു വാദം തുടക്കം മുതലേ ഇല്ല. അവർ പറഞ്ഞു കഴിഞ്ഞു അവരത്തരം ഒരു രാജ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ അകത്ത് ഈ കേസ് നടത്താമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തൽക്കാലം യാതൊരു വെല്ലുവിളിയും സർക്കാരിന് മുമ്പിലില്ല. ഇറ്റാലിയൻ കേസ് ഇന്ത്യയിൽ നിന്ന് ഐക്യരാഷ്ട്ര നീതിന്യായ സംവിധാനത്തിലേക്ക് മാറിയത് അവരുടെ ജൂറിസ്ഡിക്ഷണൽ ഇഷ്യൂ കാരണമായിരുന്നു. അത് അവിടെ സെറ്റിൽ ചെയ്യാണ് ഉണ്ടായത്. ക്രിമിനൽ കേസ് സെറ്റിൽ ചെയ്യല്ല വാസ്തവത്തിലുണ്ടായത്. അത് ഒരു ഡിസ്പ്യൂട്ട് ആയിരുന്നു. അതായത് ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള, 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഡിസ്പ്യൂട്ട് ആയിട്ടായിരുന്നു അത് റേസ് ചെയ്യപ്പെട്ടത്. അതുകൊണ്ടാണ് അത് പരിഹരിക്കപ്പെട്ടതും ഇന്ത്യയിൽ ജൂറിസ്ഡിക്ഷൻ ഇല്ലാതെ പോയതും അത് ഇന്ത്യ തുടർ നടപടികൾ സ്വീകരിക്കാതെ പോയതും. അതുകൊണ്ട് അതും ഇതുമായിട്ട് താരതമ്യമില്ല. മാത്രമല്ല ഇവിടെ ഒരു ആരെങ്കിലും മരിക്കുകയോ മനുഷ്യർക്ക് നേരിട്ട് അപകടം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. ഇവിടെ സിവിൽ ആയിട്ടുള്ള
നടപടികളാണ് ഈ ഇതിന്റെ അസസ്മെന്റ് ഓഫ് ഡാമേജ് അപ്പോഴാണ് ഒരു സംശയം കൂടി വരുന്നത്. കഴിഞ്ഞ ദിവസം ഈ മാരിടൈം ബോർഡിന്റെ ചെയർമാൻ പറഞ്ഞിരുന്നു, അതായത് നടപടികൾ എടുക്കേണ്ടത് ഈ ഷിപ്പിംഗ് ഡയറക്ടറോ ഇല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡോ അങ്ങനെയാണ്, സംസ്ഥാനത്തിന് ഇതിൽ യാതൊരു റോളും ഇല്ല. അതായത് ഒരു ക്രിമിനൽ കുറ്റകൃത്യം നടന്നാൽ മാത്രമേ ക്രിമിനൽ കേസ് എടുക്കാനാകൂ എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ക്രിമിനൽ കുറ്റത്തിന്റെ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഈ കേസ് നിലനിൽക്കുന്നതിനെ സംബന്ധിച്ചുകൂടി ഒന്ന് വിശദീകരിക്കാമോ? അങ്ങനെ സർക്കാർ ഔദ്യോഗികമായി എന്തെങ്കിലും പറഞ്ഞതായി എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. കാരണം ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ആകെ എടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും DG ഷിപ്പിംഗിന്റെ ഉദ്യോഗസ്ഥനും ചേർന്ന ഒരു വളരെ ചെറിയൊരു യോഗത്തിൽ, അതിനകത്ത് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി പോലും ഉണ്ടായിരുന്നില്ല, DGP ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു യോഗത്തിലെടുത്ത ഒരു കൺസെൻസസ് ആണ്. ക്രിമിനൽ കേസ് കൺസെൻസസിൽ അവസാനിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് നമുക്കറിയാം. അങ്ങനെ തീരുമാനിക്കാനുള്ള അധികാരവും മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിക്കോ ഇല്ല എന്നുള്ള കാര്യവും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ക്രിമിനൽ കേസ് എടുക്കുക, അന്വേഷണം നടത്തുക, ഈ ആളുകൾ വിചാരിക്കുന്ന പോലെ ആരെങ്കിലും ബോധപൂർവമായി എന്തെങ്കിലും ചെയ്താൽ മാത്രമല്ലല്ലോ ക്രിമിനൽ കേസ് ഉണ്ടാകുന്നത്. നിങ്ങൾ ഒരു വണ്ടി ഓടിച്ച്, ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് ഈ നാട്ടിൽ റാഷ് ആൻഡ് നെഗ്ലിജന്റ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് ആരുടെങ്കിലും മേത്ത് മുട്ടിയാൽ നിങ്ങൾക്കെതിരെ ക്രിമിനൽ കേസ് വരില്ലേ? ഒരു കണ്ടെയ്നർ ലോറി ഉപയോഗിച്ച് ഒരു റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവിംഗ് നടത്തിയാൽ നിങ്ങൾക്ക് എതിരെ കേസ് വരില്ലേ? അതേപോലെ വെസൽസിനെതിരായിട്ടും കേസെടുക്കാം. മാത്രമല്ല, ഇനിയിപ്പോ നാളെ പൈസ തരില്ല എന്നൊരു ആരോപണമൊന്നും അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റാൻഡൊന്നും ഒരിക്കലും MSC പോലൊരു വലിയ റെപ്യൂട്ടഡ് കമ്പനി എടുക്കാൻ സാധ്യതയില്ല. കാരണം ഇതിന്റെ 100 മടങ്ങ് വിലയുള്ള കപ്പലാണ് ഇപ്പൊ വിഴിഞ്ഞത്ത് അവരുടേത് കിടക്കുന്നത്. കേരള ഹൈക്കോർട്ട് വിചാരിച്ചാൽ ആ കപ്പൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ട മുഴുവൻ പൈസയും അതിൽ ഈടാക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സംഗതികളിലേക്ക് ഈ കേസ് എടുത്ത ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാകണം എന്നുള്ളൊരു കാരണം പറഞ്ഞ് ഈ നഷ്ടപരിഹാരം വൈകിപ്പിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യമുണ്ടോ? ഇല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് അതിന് സാധിക്കുമോ? ഒന്നാമത്തെ കാര്യം, കപ്പൽ കമ്പനി അല്ല, ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും ഈ നഷ്ടപരിഹാരം തരുന്നത്. ഇൻഷുറൻസ് വളരെ ഞാൻ മനസ്സിലാക്കുന്നത് 2 തലത്തിലുള്ള ഇൻഷുറൻസ് ഉണ്ട്. അതിനകത്ത് നേരിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കിയിട്ടുള്ളതിന് ഒരു ഇൻഷുറൻസ് ഉണ്ട്. ഓയിൽ സ്പില്ല് വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേറൊരു ഇൻഷുറൻസ് ഉണ്ട്. ഓയിൽ സ്പില്ല് വന്നാൽ നമുക്ക് ഇന്റർനാഷണൽ നോംസ് അനുസരിച്ച് വലിയ നഷ്ടപരിഹാരത്തിനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഏതാണ്ട് 130 കോടിയിൽ താഴെ വരുന്ന സാധാരണ ഇൻഷുറൻസ് തുക മാത്രമാണ് നമുക്ക് സാധാരണഗതിയിലുള്ള നഷ്ടത്തിന് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിനേക്കാളും വലിയ ഡാമേജ് പ്ലാസ്റ്റിക് കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വളരെ എവിഡന്റ് ആണ്. അതുകൊണ്ട് എങ്ങനെയാണ് ക്ലെയിം ഉന്നയിക്കുക, എന്തൊക്കെ തെളിവുകളായിരിക്കും സർക്കാർ അതിനു വേണ്ടി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പൈസ തരാതിരിക്കുന്ന ഒരു പ്രശ്നമൊന്നും ഈ കേസിൽ ഉണ്ടാവില്ല. കാരണം ഒന്നാമത് ആദ്യത്തെ കേസിലാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ കേസ് നമുക്ക് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ്. അവരുടെ കപ്പൽ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ കേസിനെ സംബന്ധിച്ചിടത്തോളം MSCയുടെ കപ്പലുകൾ നമുക്ക് ഇപ്പോഴും വിഴിഞ്ഞത്ത് ലഭ്യമാണ്. അവരെല്ലാ മാസവും കപ്പലുകൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ആ കമ്പനിക്ക് ഇന്ത്യയിൽ ഒരു ഫ്രാഞ്ചൈസി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ആ പണം ഈടാക്കുക എന്ന് പറയുന്നത്, നല്ല ക്ലെയിമാണ് ഉന്നയിക്കുന്നതെങ്കിൽ, നല്ല തെളിവുകളാണ് ശേഖരിക്കുന്നതെങ്കിൽ ആ പണം മേടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ക്രിമിനൽ കേസ് അതിനെ സഹായിക്കുക മാത്രമേ ചെയ്യൂ. ശരി, നന്ദി അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ.